ഖിറാഅത്ത് ദീർഘിപ്പിച്ചാൽ റക്അത്തിൻ്റെ എണ്ണം കുറയും. ഖിറാഅത്തിൻ്റെ ദൈർഘ്യം കുറയുമ്പോൾ റക്അത്തിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. വൽ അവ്വലു അഹബ്ബു ഇലയ്യ, ആദ്യത്തേതാണ് എനിക്കിഷ്ടം. അഥവാ ഖിറാഅത്ത് ദീർഘിപ്പിക്കുകയും റക്അത്തിൻ്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുക എന്നാണ് എനിക്കിഷ്ടമെന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാ പഠിപ്പിച്ചത് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൻ്റെ പുണ്യ ദിനരാത്രങ്ങളിൽ കഴിവിൻ്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ടവരാണല്ലോ നമ്മളൊക്കെ. നാം നിർവഹിക്കുന്ന വളരെ തുച്ഛമായ ധാരാളം പോരായ്മകൾ നിറഞ്ഞ അമലുകൾ അല്ലാഹു തആല അവൻ്റെ മഹ്ളായ ഫള് കൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. റമദാനിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന പുണ്യകർമ്മങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് രാത്രി നമസ്കാരം എന്നത്. ജീവിതത്തുടനീളം രാത്രി നമസ്കാരത്തിന് വലിയ പ്രാധാന്യമാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ദീർഘമായി നിസ്കരിച്ച ഒട്ടനവധി ഹദീസുകൾ നമുക്കെല്ലാം അറിയാം. വിശുദ്ധ ഖുർആൻ അതേക്കുറിച്ച് പറഞ്ഞത് ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല എന്നാണല്ലോ. രാത്രി നമസ്കാരം എന്നത് ഒരാളുടെ വാക്കുകൾ നേരെയാകുവാനും ഒരാളുടെ കാതിന് സ്ഥൈര്യം ലഭിക്കുവാനും എല്ലാം നിമിത്തമാകും എന്നാണ്. സ്വഹാബിമാരും താബിഈകളും ശേഷക്കാരുമെല്ലാം ഈ ഒരു ഇബാദത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചവരാണ്. റമദാനിലാകുമ്പോൾ ഇതിന് മഹത്വം വർദ്ധിക്കുന്നു. ജീവിതത്തിലുടനീളമുണ്ട് രാത്രി നമസ്കാരം, എന്നാൽ റമദാനിൽ അതിന് മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നബി തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാനിൽ ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ നമസ്കരിക്കുന്നുവെങ്കിൽ ആ രാത്രി നമസ്കാരം വഴി അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. മറ്റ് ഒട്ടനവധി ഹദീസുകൾ ഇവിഷയമായി കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തുടനീളവും റമദാനിൽ പ്രത്യേകിച്ചും രാത്രി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കാത്തു സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. രാത്രി നമസ്കാരത്തിൽ റമദാനിലുള്ള മറ്റൊരു സവിശേഷതയാണ് റമദാനിൽ ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്താണ് എന്നത്. മറ്റു മാസങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ല, റമദാനിൽ ജമാഅത്ത് സുന്നത്താണ്. നബി തങ്ങൾ റമദാനിൽ 3 ദിവസമാണ് ജമാഅത്തായി ഔദ്യോഗികമായി പള്ളിയിൽ വെച്ച് നിർവഹിച്ചത്. ഒറ്റ പ്രാവശ്യം നിർവഹിച്ചാൽ തന്നെ നമുക്കത് മാതൃകയാണല്ലോ. 3 ദിവസം നബി തങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചു. വ്യത്യസ്തമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആ വിഷയം ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ റമദാനിൽ ഉള്ള സവിശേഷത ജമാഅത്ത് സുന്നത്താണ് എന്നതാണ്. മറ്റു മാസങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ല. എന്നാൽ മറ്റു മാസങ്ങളിൽ ഔദ്യോഗികമായ ജമാഅത്ത് സ്വഭാവമല്ലാതെ 2 പേർ ജമാഅത്ത് നിസ്കരിച്ചുവെങ്കിൽ തെറ്റാണോ? അല്ല. നബി തങ്ങളും അനസ് റളിയല്ലാഹു അൻഹുവും അവരുടെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും ജമാഅത്തായി രാത്രി നിസ്കാരം നിർവഹിച്ചത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് പാടില്ല എന്നില്ല, എന്നാൽ അതൊരു പതിവാക്കി സുന്നത്ത് പോലെ കണ്ട് അങ്ങേ റമദാനിൽ പ്രത്യേകമായി സുന്നത്തായി ജമാഅത്തായി നിർവഹിക്കൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. എന്നാൽ നിസ്കാരം ജീവിതം മുഴുവനുമുണ്ട്. റമദാനിൽ 2 സവിശേഷതയാണ് പ്രതിപാദിച്ചത്. ഇപ്പോൾ ഒന്ന്, റമദാനിൽ നിസ്കാരം കൊണ്ട് മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ നിമിത്തമാകും. 2, ജമാഅത്തായി നിസ്കരിക്കൽ പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമാണ്.
നബിതങ്ങൾ 3 ദിവസമാണ് ജമാഅത്തായി നിസ്കരിച്ചത് എന്ന് പറഞ്ഞു. എന്നാൽ ആളുകൾ ആവേശപൂർവ്വമായി ജമാഅത്തിന് പങ്കെടുക്കുകയും 1-ാം ദിവസം ഉള്ളതിനേക്കാൾ ആളുകൾ 2-ാം ദിവസവും അതിനേക്കാളധികം ആളുകൾ 3-ാം ദിവസവും വന്നപ്പോൾ നബിതങ്ങൾക്ക് പോലും ആശങ്കയായി. ആളുകളുടെ ആവേശം കണ്ടപ്പോൾ അതിനാൽ പ്രവാചകൻ പിന്നീട് ജമാഅത്തായി നിർവഹിച്ചില്ല. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്ന് കാത്തിരുന്നത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ നിങ്ങൾ ആവേശം കാണുമ്പോൾ എനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞ് നബിതങ്ങൾ പിന്നീട് ജമാഅത്ത് നിർവഹിച്ചില്ല. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു ഔദ്യോഗിക ജമാഅത്തായി പള്ളിയിൽ ആരംഭിച്ചത്. എന്നാൽ അതിനു മുമ്പും ഔദ്യോഗിക ജമാഅത്തായിട്ടല്ലാതെ സ്വഹാബിമാർ അവിടെ പള്ളികൾ ജമാഅത്തായി നിസ്കരിക്കാറുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത് ഒരിക്കൽ റമദാനിൽ അദ്ദേഹം പള്ളി വന്നപ്പോൾ ഫൈദ നാസു ഔസാഉൻ മുതഫരിഖൂന എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണുന്നത്. ആളുകൾ വ്യത്യസ്ത കൊച്ചു കൊച്ചു സംഘങ്ങളായി ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നർത്ഥം. കുറച്ചാളുകൾ, ഒരാളും 4 ആളും, ഒരാളും 5 പേരും, ഒരാളും 10 പേരും, അങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളായി പള്ളിയിൽ ഇങ്ങനെ ധാരാളം സംഘങ്ങളായിക്കൊണ്ട് നിസ്കരിക്കുന്നു. ചില സംഘങ്ങൾ സുജൂദിൽ, ചിലർ റുക്കൂഇൽ, ചിലർ നൃത്തത്തിൽ, ചിലർ തഹിയാത്തിൽ, ഇങ്ങനെ വ്യത്യസ്തമായ സംഘങ്ങൾ പള്ളിയിൽ കണ്ടപ്പോഴാണ് ഉമർ ഖത്താബ് പറഞ്ഞത്, എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു ഇമാമിനെ കീഴിൽ എന്തുകൊണ്ട് നിസ്കരിച്ചുകൂടാ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയും അത് പ്രകാരം അവിടെ ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമു ദാരിയെയും റളിയല്ലാഹു അൻഹുമ ഇമാമായി നിശ്ചയിക്കുകയും അവർ ജനങ്ങൾക്ക് ഇമാം നിന്നുകൊണ്ട് ആ നിസ്കാരം ഔദ്യോഗികമായി അവിടെ നടപ്പാക്കപ്പെടുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അടക്കം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ. ഈ രാത്രി നിസ്കാരം പരമാവധി ദീർഘിപ്പിച്ച് ദീർഘമായി ഖുർആനോദി ദീർഘമായി പ്രാർത്ഥിച്ച് സുജൂദും റുക്കൂഉമെല്ലാം ദീർഘിപ്പിച്ചുകൊണ്ട് പരമാവധി എത്ര ദീർഘിപ്പിക്കാനാകുമോ അത്രയും ദീർഘിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നബി ഞങ്ങൾ രാത്രി ദീർഘമായി നിസ്കരിക്കുമായിരുന്നു. എത്രത്തോളം എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി ഞങ്ങൾ കാലിൽ നീര് വരുമാറ് ദീർഘമായി നിന്നുകൊണ്ട് നിസ്കരിക്കാറുണ്ട്. സുജൂദിൽ അവിടുന്ന് ദീർഘമായി പ്രാർത്ഥിക്കും, ധാരാളം സമയം സുജൂദിലായി കഴിച്ചു കൂട്ടും. അങ്ങനെ നബി തങ്ങൾ സുജൂദിൽ കിടന്ന് മരിച്ചുവോ എന്ന് പോലും എനിക്ക് തോന്നുമാറ് അത്രയും ദീർഘമായ സമയം നബി തങ്ങൾ സുജൂദിൽ കിടന്ന സന്ദർഭങ്ങളുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. സ്വഹാബിമാരും ദീർഘമായി നിസ്കരിച്ചു. ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ ജമാഅത്തായി ഔദ്യോഗികമായി നിസ്കാരം ആരംഭിച്ചപ്പോഴും നിശ്ചയിക്കപ്പെട്ട ഇമാമുമാർ ദീർഘമായി ഓതുമായിരുന്നുവെന്ന 100 കണക്കിന് ആയത്തുകൾ ഓരോ റക്അത്തിലും ഓതിക്കൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. അതിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നു, ആ നിസ്കാരത്തിൻ്റെ ദൈർഘ്യം കാരണം ഞങ്ങൾ വടിയിലും കയറിലുമെല്ലാം പലപ്പോഴും പിടിച്ചുകൊണ്ടാണ് ആ നിസ്കാരത്തിൽ നിൽക്കാറുണ്ടായിരുന്നത്. വടി കുത്തിപ്പിടിച്ച് നിൽക്കുന്നു, കെട്ടിത്തൂക്കിയ കയറിൽ പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു. അങ്ങനെ വരെ ഞങ്ങൾ ആ നിസ്കാരത്തിൽ ഭാഗവാക്കായിട്ടുണ്ട് എന്നുവരെ അതിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട്. നബി തങ്ങൾ ഈ നിസ്കാരം നിർവഹിച്ചത് 11 റക്അത്താണ് എന്ന് തർക്കമില്ലാത്ത വിധം വ്യക്തമായ കാര്യമാണ്. നബി തങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യുസല്ലി 4 ലാ തസൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം 4 റക്അത്ത് നിസ്കരിക്കും, അഥവാ 2 റക്അത്ത് നിസ്കരിക്കുന്നു, വീണ്ടും 2 നിസ്കരിക്കുന്നു, അങ്ങനെ 4. ആ 4 റക്അത്തിൻ്റെ ദൈർഘ്യവും സൗന്ദര്യവും നീ എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ പറയാൻ കഴിയാത്തത്ര സുന്ദരമായും അത്രയധികം ദീർഘമായി ഖുർആൻ കൊണ്ടുമാണ് അവിടുന്ന് നിസ്കരിച്ചത് എന്നർത്ഥം. അത് കഴിഞ്ഞ് നബി തങ്ങൾ ഇപ്പം വിശ്രമിക്കും. 4 കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കും, ചിലപ്പോഴൊന്ന് കിടക്കും. ആ കിടക്കുമ്പോൾ നബി തങ്ങൾ ചിലപ്പോൾ ഒന്ന് കണ്ണ് മയങ്ങിപ്പോകും. ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നു, അതനാമു ഖബ്ല അൻ തൂതിറ, നബിയെ താങ്കൾ ഒറ്റയാക്കാതെ ഉറങ്ങുകയാണോ? രാത്രി നിസ്കാരം അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കണമെന്നാണല്ലോ. ഇപ്പോൾ 4 ആയിട്ടുള്ളൂ, അപ്പോൾ ഒറ്റയാക്കാതെ ഇരട്ടയായിക്കൊണ്ട് നബിയെ താങ്കൾ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങളുടെ മറുപടി, ഇന്ന ഐനയ്യ തനാമാനി വല യനാമു കൽബി, എൻ്റെ 2 കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ, എൻ്റെ കൽബ് ഉറങ്ങുന്നില്ല. അത് അമ്പിയാക്കളുടെ പ്രത്യേകതയാണ്. കണ്ണുറങ്ങും,
കൽബുറങ്ങുകയില്ല എന്നത് പ്രവാചകന്മാർക്കുള്ള സവിശേഷതയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞ് എളുപ്പം കഴിഞ്ഞ് എഴുന്നേറ്റ് നബി തങ്ങൾ വീണ്ടും യുസല്ലി അർബഅൻ 4 റക്അത്ത് പിന്നെ നിസ്കരിക്കും. ലാ തസൽ അനുസ്നിഹിന്ന വത്തൂലിഹിന്ന, അതിൻ്റെ ദൈർഘ്യവും അതിൻ്റെ സൗന്ദര്യവും നീ എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ പറയാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്ത അത്ര ദീർഘമായും സുന്ദരമായുമാണ് അവിടെ നിസ്കരിച്ചത് എന്നർത്ഥം. പിന്നെയും പ്രവാചകൻ അല്പം വിശ്രമിക്കും. ചിലപ്പോൾ ഒന്ന് കിടക്കും, ചിലപ്പോൾ ഒന്ന് മയങ്ങും. അപ്പോഴും ആയിഷ ബീവി ചോദിക്കും, നബിയെ ഒറ്റയായിട്ടില്ലല്ലോ, ഉറങ്ങുകയാണോ? അപ്പോഴും മറുപടി, ഇന്ന ഐനയ്യ തനാമാനി വല യനാമു കൽബി, എൻ്റെ കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ, കൽബ് ഉറങ്ങുന്നില്ല. സുമ്മ യുസല്ലി സലാസൻ, പിന്നീട് അവിടെ നിന്ന് 3 റക്അത്ത് നിസ്കരിക്കും. അപ്പോൾ 4, 4, 3 11 റക്അത്ത് നബി തങ്ങൾ നിസ്കരിക്കാറുണ്ട് എന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം ജമാഅത്തായി നിസ്കരിച്ചുവെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ആ ജമാഅത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം പറഞ്ഞതായി ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയത് കാണാം. നബി തങ്ങളെ കൂടെ ജമാഅത്ത് നിസ്കരിച്ച അദ്ദേഹം പറയുന്നു, നബി തങ്ങൾ ഞങ്ങളെയും കൊണ്ട് 11 റക്അത്ത് നിസ്കരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രവാചക നിസ്കാരം 11 എന്നർത്ഥം. അത് പരമാവധി ദീർഘമായി ധാരാളം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നമസ്കാരമായിരുന്നു നബി തങ്ങളുടെ നിസ്കാരം. പിന്നീട് ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ ജമാഅത്തായി നടപ്പാക്കിയപ്പോഴും 11 നടപ്പാക്കിയത്. അതിലും ദീർഘമായി കൊണ്ടാണ് നിസ്കരിച്ചത്. അമറ ഉമറു ഉബയ്യ ബിൻ കഅബിൻ വതമീം അദ്ദാരി അൻ യഖൂമ ലിന്നാസ് ബി 11 റക്അ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തമീം അദ്ദാരിയോടും ഉബയ്യ ബിൻ കഅബിനോടും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിച്ചു. 11 റക്അത്ത് നിസ്കരിക്കാനാണ് അവിടുന്ന് കൽപ്പന നൽകിയത്. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിന് മുവത്തയിൽ ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. അപ്പോൾ അന്ന് അവർ നിസ്കരിച്ചത് 11 എന്നർത്ഥം. അത് ദീർഘമായി ഖുർആൻ കൊണ്ട് തന്നെയാണ് അവർ നിർവഹിച്ചത്. പിന്നീട് കുറച്ചുകൂടി കാലം മുന്നോട്ട് പോയപ്പോൾ ആളുകൾക്ക് ദീർഘമായി നിസ്കരിക്കാൻ പ്രയാസം നേരിടുകയും അത്ര അധികമൊന്നും നിൽക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറുകയും ചെയ്തപ്പോൾ ആളുകൾ റക്അത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് സമയം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. അഥവാ പഴയ കാലത്ത് 4 മണിക്കൂറാണെങ്കിൽ ആ 4 മണിക്കൂർ ഇപ്പോഴും നിസ്കരിക്കുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സലാം വീട്ടുന്നു. അപ്പോൾ 2 കഴിഞ്ഞ് സലാം വീട്ടും, 4 കഴിഞ്ഞ് സലാം വീട്ടും, അങ്ങനെ ഇടയ്ക്കിടെ സലാം വീട്ടി ദൈർഘ്യം കുറക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും റക്അത്തിന്റെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെയാണ് തറാവീഹിൻ്റെ റക്അത്തിന്റെ എണ്ണം 11-ൽ നിന്ന് 13-ലേക്കും 15-ലേക്കും 20-ലേക്കും 23-ലേക്കും 36-ലേക്കും 39-ലേക്കും 40-ലേക്കും 54-ലേക്കും വരെ എത്തിയതായി വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് എങ്ങനെ വ്യത്യസ്തമായ എണ്ണം വന്നു എന്നതിന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് നൽകുന്ന വിശദീകരണം കാണാം. ഖിറാഅത്ത് ദീർഘിപ്പിച്ചാൽ റക്അത്തിന്റെ എണ്ണം കുറയും. ഖിറാഅത്തിൻ്റെ ദൈർഘ്യം കുറയുമ്പോൾ റക്അത്തിന്റെ എണ്ണം കൂടുകയും ചെയ്യും. വൽ അവ്വലു അഹബ്ബു ഇലയ്യ, ആദ്യത്തേതാണ് എനിക്കിഷ്ടം. അഥവാ ഖിറാഅത്ത് ദീർഘിപ്പിക്കുകയും റക്അത്തിന്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുക എന്നാണ് എനിക്കിഷ്ടമെന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പഠിപ്പിച്ചത് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞു, ഞാൻ മക്കയിൽ വന്നപ്പോൾ ആളുകൾ 23 നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു. എന്നാൽ മദീനയിൽ ചെന്നപ്പോൾ അവിടെ 36 നിസ്കരിക്കുന്നതായും ഞാൻ കണ്ടു എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതൻ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അക്സറു മാ ഖീല ഫീഹി അന്നഹു 41, പറഞ്ഞു കേട്ടതിൽ ഏറ്റവും അധികമുള്ളത് 41 എന്നാണ്. അഥവാ ഈ പറഞ്ഞ പോലെ ഖിറാഅത്ത് എണ്ണം കൂടും, ദൈർഘ്യം കൂടും, റക്അത്ത് കുറയും, ദൈർഘ്യം കുറയും, റക്അത്തിൻ്റെ എണ്ണം കൂടും. ഇങ്ങനെ പല സമയത്ത് പല ദിവസങ്ങളിൽ പല പള്ളികളിൽ പല രൂപത്തിൽ നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചതിൽ ഏറ്റവും അധികമായി നിസ്കരിച്ചുവെന്ന് പറയപ്പെട്ട എണ്ണം 41 എന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നു. മാലിക്കി മദ്ഹബിൽ 36, 39 അഭിപ്രായങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ ചർച്ചകളെല്ലാം വെച്ചുകൊണ്ടുള്ള വിശദമായ പ്രതിപാദനം ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ അൽ ഹാബിദി ഫത്താവയിൽ രേഖപ്പെടുത്തിയതായി കാണാം. അദ്ദേഹം അവിടെ അൽ മിസ്ബാഹ് ഫി സ്വലാത്തി തറാവീഹ് എന്ന പേരിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവരികയും അത് അദ്ദേഹം ആരംഭിച്ചു തന്നെ ഫഖദ് സുഇൽതു മറാത്തിൻ ഹൽ സല്ലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറാവീഹ 20 റക്അ വഹിയ അൽ മഅഹൂദ അൽ ആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇന്ന് പതിവുള്ളതുപോലെ 20 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടോ തറാവീഹ് എന്ന് എന്നോട് പലപ്പോഴായി ചോദിച്ചു കൊണ്ടിരിക്കുന്നു. വഅന ഉജീബു ബിലാ, എനിക്കുള്ള മറുപടി ഇല്ല എന്നാണ്. വലാ യഖ്നഉ മിന്നി ബിദാലിക, ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ ചോദ്യകർത്താവിന് തൃപ്തിയാവുക ഇല്ല. അതുകൊണ്ട് ഫഅറത്തു തഹ്രീറൽ ഖൗലി ഫീഹ, ആ കാര്യം വിശദമായി തന്നെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാ ഹദീസുകളും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അവസാനം അദ്ദേഹം പറയുന്നു വൽ ഹാസിൽ അന്നൽ ഇസ്തീന ലം യസ്ബുത് മിൻ ഫഇലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചർച്ചയുടെ ആകത്തുക 20 റക്അത്ത് എന്നത് നബിതങ്ങളുടെ പ്രവൃത്തിയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് അദ്ദേഹം അവസാനമായി വീണ്ടും അത് ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നബിതങ്ങളുടെ പ്രവൃത്തി 11 റക്അത്താണ് എന്നർത്ഥം. അത് എത്ര ദീർഘമായി നിസ്കരിക്കാൻ കഴിയുമോ അത്രയും ദീർഘമായി നിസ്കരിക്കുക. ഈ നിസ്കാരത്തിന് വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്കിടെ വിശ്രമിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് കൊണ്ടാണ് തറാവീഹ് എന്ന പേര് പിൽക്കാലത്ത് വന്നത്. നബിതങ്ങളുടെ കാലത്ത് തറാവീഹ് എന്ന പേരില്ല. പിൽക്കാലത്ത് ഇടയ്ക്കിടെ വിശ്രമിക്കുകയും പിന്നെയും നിസ്കരിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തറാവീഹ്, വിശ്രമങ്ങൾ എന്നർത്ഥമുള്ള തറാവീഹ് എന്ന പേരതിന് വന്നു. ഒറ്റയിൽ അവസാനിക്കുന്നു എന്നതുകൊണ്ട് വിത്തർ, ഒറ്റ എന്ന പേരതിന് വന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ അതിന് തഹജ്ജുദ് എന്ന പേരും ലഭ്യമായി. രാത്രിയിലാണ് നിസ്കാരം എന്നതുകൊണ്ട് ഖിയാമുൽ ലൈൽ എന്ന് പേരുണ്ട്. റമദാനിലാകുമ്പോൾ ഖിയാമു റമദാൻ എന്നും അതിന് പേരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഒരേ നിസ്കാരം അറിയപ്പെടുന്നു. അല്ലാതെ ഖിയാമുൽ ലൈൽ വേറെ, ഖിയാമു റമദാൻ വേറെ, തഹജ്ജുദ് വേറെ, തറാവീഹ് വേറെ, വിത്ർ വേറെ എന്നൊന്നുമില്ല. എല്ലാം ഒറ്റ നിസ്കാരം. അതിൻ്റെ വ്യത്യസ്തമായ പേരുകൾ, ഓരോ പരിഗണനകളിൽ ഓരോ പേരുകൾ അതിന് പഠിപ്പിക്കപ്പെട്ടു എന്നർത്ഥം. ഇതാണ് തറാവീഹിൻ്റെ ശരിയായൊരു പ്രാമാണികമായ വിഷയം എന്നത്. മക്കയിൽ, മദീനയിൽ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ പല എണ്ണങ്ങളിൽ ആ നമസ്കാരം നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ വചനം. ഒരേ സമയം മദ്ഹബിൻ്റെ പേരിൽ 4 ജമാഅത്തുകൾ വരെ മസ്ജിദുൽ ഹറാമിൽ സംഘടിപ്പിക്കപ്പെട്ട കാലമുണ്ട്. 6 ജമാഅത്തുകൾ ഒരേ സമയം നടന്ന കാലഘട്ടമുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അവിടെ നിസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അക്കാര്യം സുന്നത്താകണം എന്നില്ലല്ലോ. അപ്പോൾ നബിതങ്ങളുടെ മാതൃക എന്ത് എന്നന്വേഷിക്കുമ്പോൾ തർക്കമില്ലാത്ത വിധം നമുക്ക് ബോധ്യമാകുന്നു പ്രവാചകൻ്റെ മാതൃക 11 റക്അത്ത് ദീർഘമായി നിസ്കരിക്കലാണ് എന്ന്. അവസാന 10 പ്രത്യേകിച്ചു ഉമർ ഖത്താബ് നിയമിച്ച ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റമദാൻ 20 വരെ മാത്രമാണ് ഇമാമ് നിൽക്കാറുള്ളത് എന്ന് കാണാം. 20 കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ വരാറില്ല നിസ്കരിക്കാൻ. ആളുകൾ കാത്തിരിക്കും. അങ്ങനെ അവർ പറയും അബക്ക ഉബയ്യ് ഒളിച്ചോടി എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അദ്ദേഹം അവസാന 10 സ്വസ്ഥമായി ഒറ്റക്ക് ദീർഘമായി നിസ്കരിക്കലാണ് പതിവ് എന്നാണ്. തറാവീഹിൻ്റെ സമയം ഇശാഇന് ശേഷം സുബഹി വരെയുള്ള സമയമാണ്. ആ സമയത്ത് എപ്പോഴും നിസ്കരിക്കാം. ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും അഫ്ളലായ സമയമെന്നത് രാത്രിയുടെ അവസാന സമയത്താണ്. ഇശാ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് പിന്നീട് ദീർഘമായി ഖുർആൻ ഓതി നിസ്കരിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് വല്ലത്തി തനാമുന അൻഹ അഫ്ളലു മിനല്ലത്തി തഖൂമുന യഅനി ആഖിറൽ ലൈൽ. രാത്രി സമയമാണ്, നിങ്ങൾ ഉറങ്ങിപ്പോകുന്ന ആ സമയമാണ് ഏറ്റവും നല്ല സമയമെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അതുകൊണ്ട് കഴിയുന്നവർ അവസാന സമയത്തേക്ക് ജമാഅത്തായി തന്നെ അപ്പോൾ ദീർഘമായി ഖുർആൻ ഓതി നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക. ഇനി അതെല്ലാം ഒരു ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്നുവെങ്കിൽ നബി ഞങ്ങൾ പല ഹദീസിൽ കാണാം, ഇമാമിൻ്റെ കൂടെ ഇമാം നിസ്കാരം അവസാനിപ്പിക്കുന്നവരെ കൂടെ കൂടിയാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും എന്ന ഹദീസിലുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഏതായിരുന്നാലും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുന്നു. കൂട്ടത്തിൽ രാത്രി നിസ്കാരം എന്ന ഈ നിസ്കാരവും കഴിവിൻ്റെ പരമാവധി ദീർഘമായും വൃത്തിയായും നിസ്കരിക്കാൻ നാം പരിശ്രമിക്കുക. അതുവഴി കഴിഞ്ഞകാല പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ ആ ഒരു സന്തോഷ വാർത്തക്ക് നമ്മളും അർഹരായി മാറുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Years of sparkling legacy.
പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ.